പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലാഗുള്ള വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ പിക്സൽ ലാബ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് മാത്രം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു പോസ്റ്റർ തുടങ്ങാം, അതായത് പോസ്റ്റർ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നമുക്കിപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഇത് ചെയ്ത് കാണിച്ചു തരുമോ, ചില പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ പലർക്കും ഡൗട്ടാണ്. പോസ്റ്റർ ഡിസൈനിങ് എന്നുള്ളത് നമുക്ക് മൊബൈലിൽ ചെയ്യാം. ഇപ്പോൾ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറുകളിൽ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അതായത് അതുപോലെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും കുറച്ചൊക്കെ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമുക്ക് മൊബൈൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെ തുടങ്ങാം, എവിടെ നിന്ന് തുടങ്ങാം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ടൈപ്പോഗ്രാഫി, അതുപോലെ തന്നെ കളർ സൈക്കോളജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത്യാവശ്യം പറയുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. അതുപോലെ തന്നെ ഫോണിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അത് പകരം നിങ്ങൾ അത് പോയി കാണുക. അത് കണ്ടിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് പിക്സൽ ലാബിൽ ഒരു കണ്ടന്റ് നമുക്ക് ലഭിച്ചാൽ അത് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് പലർക്കും തുടങ്ങാനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോഴാണ്. ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാത്തടത്താണ് പലരുടെയും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ പോസ്റ്റർ ചെയ്യാൻ കിട്ടിയിരിക്കുന്ന കണ്ടന്റ് നോക്കാം. ആദ്യം ഇവിടെയുള്ള കണ്ടന്റ് ഇസ്ലാമിക് നോളേജ് കോൺഫറൻസ് 2025 ഈ ഒരു ടൈറ്റിലാണ് നമ്മുടെ പോസ്റ്റർ വരുന്നത്. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്ററായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വിഷയം ഇസ്ലാമിക് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ വേണ്ട ബാക്ക്ഗ്രൗണ്ട് ഇസ്ലാമിക് ആയിട്ടുള്ള കണ്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പോസ്റ്റർ കുറച്ച് കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ 1:1 റേഷ്യോ പോരാ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ സൈസ് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വേണ്ട ഇത് 3:4 റേഷ്യോ ആണ്. അപ്പോൾ ഇമേജ് സൈസ് പോവുക, നമ്മൾ 3:4 റേഷ്യോയിൽ കൊടുക്കുക. ഓക്കെ, 3:4 റേഷ്യോ ആക്കിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് കൊടുക്കുകയാണ് തൽക്കാലം. ഓക്കെ, നമുക്ക് ഇനി ഇതിലോട്ട് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പം ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇസ്ലാമിക് റിലേറ്റഡ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കിട്ടുമെന്ന് നോക്കാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് എവിടെ നിന്നൊക്കെ ലഭിക്കും എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പല വെബ്സൈറ്റുകളും പല കാര്യങ്ങളും, അതുപോലെ തന്നെ പോസ്റ്ററിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എലമെൻറ്റുകൾ, ഇമേജസുകൾ, PNGകൾ എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒട്ടേറെ വീഡിയോകളും അതും ബന്ധപ്പെട്ട വെബ്സൈറ്റുകളൊക്കെ പറയുന്ന വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഇസ്ലാമിക് റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇമേജസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ധാരാളം ബാക്ക്ഗ്രൗണ്ടുകൾ കാണും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കിട്ടും. ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി കിട്ടൂല. ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് ചെയ്താൽ മതി. നല്ലതായിട്ടുള്ള ക്വാളിറ്റി, മികച്ച ക്വാളിറ്റിയോടെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോകളിൽ വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് ഇമേജുകൾ ലഭിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത്തരം വെബ്സൈറ്റുകൾ പോയി സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത്തരം ഇമേജുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഓരോ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ഷൻ എന്നുള്ളത് കുറച്ച് അത്യാവശ്യം ടൈം എടുക്കുന്ന ജോലി തന്നെയാണ്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം എടുത്ത് അതുപോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. അത് പോസ്റ്ററിന് കൂടുതൽ അട്രാക്റ്റീവ് ലഭിക്കണമെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അതിനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഒരിക്കലും നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫ്രം ഗാലറിയിൽ നിന്ന് ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് സൈസ് ആ ബാക്ക്ഗ്രൗണ്ടേ ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ സെലക്ട് ചെയ്ത സൈസിൻ്റെ അത്ര വലുപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രം ഗാലറി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ
ഇവിടെ നമുക്ക് യൂസ് ഇമേജ് ഫ്രം ഗാലറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഉപയോഗിച്ച് ചെയ്യരുത്, കാരണം അത് നേരെ സെലക്ട് ആയിട്ടാണ് വരിക. അപ്പോൾ അത് ഉപയോഗിക്കരുത്, കാരണം അതിന് പകരം ഫ്രം ഗാലറി ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാൻവാസിൻ്റെ മുകളിലോട്ടാണ് ആ ഇമേജ് വരിക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായി വെക്കാൻ മാത്രമുള്ള വലിപ്പമില്ല. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കാനാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഇത് യോജിക്കുന്നില്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറും ഇത് നമ്മൾ യോജിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കിത് തമ്മിൽ ബന്ധിപ്പിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ സൈഡിൽ വെക്കാൻ നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിനെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതിൻ്റെ അതേ കളർ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കളർ പിക്കർ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ കളർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതേ കളറായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡത്തെ ചെറുതായിട്ട് ഇവിടെ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അറസ്റ്റ് ടൂൾ എടുത്തിട്ട് ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക, എന്നിട്ട് ശരിയാക്കും. അപ്പം കുഴപ്പമില്ല, ലൈനൊക്കെ മാറിയിട്ടുണ്ട്, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇമേജ് ഒന്നുകൂടി കോപ്പി എടുക്കുന്നുണ്ട്. എന്നാൽ നമ്മളിതിനെ മെല്ലെ ഇങ്ങനെ കറക്കിയിട്ട് അതിനെ നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ രണ്ടിനെയും ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കും. ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മൊത്തമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അത്രയും ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മളിവിടെ കളർ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിലോട്ട് എലമെൻറ്റുകൾ PNGകൾ ആഡ് ചെയ്തുകൊണ്ടും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മുമ്പുള്ള വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം ആദ്യം എല്ലാവരുടെയും പ്രശ്നം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി. അതിനായിട്ട് നമ്മൾ ധാരാളം റിസർച്ചുകൾ ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ പല വെബ്സൈറ്റുകളും പോയി സന്ദർശിക്കേണ്ടി വരും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ലഭിക്കാൻ നമ്മളൊട്ടേറെ ടൈം ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ആദ്യം കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് ഫുൾ കണ്ടൻറ്റൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. നമുക്ക് ഇതിലോട്ട് കണ്ടൻറ്റുകൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടൻറ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ഇസ്ലാമിക് നോളേജ് കോൺഫറൻസ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇസ്ലാമിക് നോളേജ് എന്നുള്ളതാണ് നമ്മൾ ടൈപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ പോസ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫോൺസ് എന്നുള്ളത്. അപ്പോൾ നല്ല ഫോൺസുകൾ നമ്മൾ പോസ്റ്ററിന് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് മികച്ചതായിട്ടുള്ള റിസൾട്ട് തരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇസ്ലാമിക് നോളേജ് എന്നുള്ളതിന് പോപ്പിൻസ് ആണ്. പോപ്പിൻസ് സെമി ബോൾഡ് എന്ന ഫോണാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. ഈ അലൈൻമെൻറ്റുകളും ഇപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ ടെക്സ്റ്റുകൾ തമ്മിലുള്ള അലൈൻമെൻറ്റുകളും പോസ്റ്ററിൻ്റെ റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ അത് നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടി കോപ്പി എടുത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ അടുത്തത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോൺഫറൻസ് 2025 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് നമ്മൾ കുറച്ച് വലുതാക്കുന്നതാണ് നമ്മുടെ മെയിൻ ഹെഡിങ്. അപ്പോൾ ഇതിനെ കുറച്ച് വലുതാക്കിയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നല്ല ഇംഗ്ലീഷ് സ്റ്റൈൽ ഫോണ്ടുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബ്ലാക്ക് പോപ്പിൻസ് കുറച്ച് കട്ടിയുള്ള ഫോണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു സ്റ്റൈലിഷ് ഫോണ്ടും ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് കുറച്ച് കാണാതിരിക്കുന്നുണ്ട്. അതിന് നമ്മൾ അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്പേസ് കുറച്ച് കൂടുതൽ കൊടുക്കുക, രണ്ട് സൈഡിൽ കൊടുക്കണം ഒരുപോലെ. അലൈൻമെൻറ്റ് റെഡി ആവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് മുഴുവനായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് വലുതാക്കുന്നുണ്ട്. സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. ഇസ്ലാമിക് നോളേജ് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഫോണ്ട് ബോൾഡ്നെസ് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഗുലർ കൊടുത്ത് നോക്കാൻ പോരാ, ഒരു മീഡിയം കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ കളറാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കളർ നമ്മൾ കൊടുക്കുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ തന്നെ. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പല പല കളർ കൊടുക്കുന്നതിന് പകരം 2-3 കളറുകൾ മാത്രം ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുള്ളൊരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെ കുറച്ച് ലൈറ്റ് വെർഷൻ എടുത്ത് ഓക്കെ, ഇസ്ലാമിക് നോളേജ് കോൺഫറൻസ് 2025. ഇപ്പോൾ നമ്മുടെ മെയിൻ ഹെഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് ബാക്കി ഡേറ്റുകളും തീയതികളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ബാക്കിയുള്ള ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ
40 കൊടുക്കുകയാണ്. ഫോണ്ട് നമ്മൾ പോപ്പിൻസ് തന്നെയാണ് കൊടുക്കുന്നത്. പോപ്പിൻസ് ലൈറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഒക്കെ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലൈൻ സ്പേസ് നമ്മൾ കുറച്ച് കുറക്കുകയാണ്. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മളൊന്ന് കോപ്പി എടുക്കുകയാണ്. എന്നാൽ നമ്മളിതിലോട്ട് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രിഡ് ഒന്ന് ഓണാക്കുന്നുണ്ട്. അതിനുശേഷം കസ്റ്റം എടുത്തിട്ട് നമുക്ക് നമ്മളുടെ തീയതി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെൻട്രലായിട്ട് അലൈൻ ചെയ്യണം. നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കണ്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിന് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മോൺട്രസ്റ്റ് എന്ന ഫോണ്ടാണ് കൊടുക്കുന്നത്. നമുക്ക് ഗോതം എന്ന ഫോണ്ട് കൊടുക്കാം. ഓക്കെ, ഇത് സൈസ് 60 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം നമ്മൾ 10 കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടെക്സ്റ്റിൻ്റെ കളറ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും കൊടുക്കുന്നുണ്ട്. നമ്മൾ സെൻട്രലായിട്ട് വെച്ചു. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ഫോണ്ടുകൾ അത് എന്നോട് അടുപ്പിച്ച് വെക്കുക. ഓക്കെ, കുറച്ച് ഒരു അകലം കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതും അടുപ്പിച്ച് വെക്കുക. ഓക്കെ, നമ്മുടെ തീയതിയും നമ്മൾ കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഇതിനൊരു ബോക്സ് ആക്കാം. അതിനായിട്ട് നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. ഇവിടെ ഒപ്പാസിറ്റി 0 കൊടുക്കുക. അതിനുശേഷം റേഡിയസ് 5 കൊടുക്കുക. സ്ട്രോക്ക് എടുത്ത് 1 കൊടുക്കുക. സ്ട്രോക്ക് കളർ വൈറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിത് ഓക്കെ നമ്മളതിന് ചെയ്തു. ഇനി നമുക്ക് ഒരു ഷേപ്സ് എടുത്തിട്ട് റൗണ്ട് ഷേപ്സ് സെലക്ട് ചെയ്യുക. അത് നമ്മൾ സൈസ് നമ്മൾ കുറച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, സൈസ് നമ്മൾ 7 കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഒരു കലണ്ടറിൻ്റെ ഐക്കൺ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഫോണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഗൂഗിൾ ഫോണ്ട്സിൽ ഐക്കൺസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കലണ്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് കലണ്ടർ ക്ലോക്ക് എന്ന പേരിൽ ഐക്കൺ ലഭിക്കും. നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സൈസ് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കൊടുക്കുകയാണ്. 1000 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിറ്റ് സെലക്ട് ചെയ്തിട്ട് വെയിറ്റ് നമ്മൾ 0 കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കും. അപ്പോൾ നമ്മളത് PNG എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ പ്ലസ് ഐക്കൺ ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുക. ചെയ്ത ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഷേപ്സ് വൈറ്റ് കളറാണ്. നമ്മുടെ ഈ കളർ ഇത് വൈറ്റ് കളറുമാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ കളർ കൊടുത്തിട്ട് ഇതിന് ബ്ലാക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ലെൻസ് സൂം ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ കുറച്ച് സൂം ചെയ്ത് നോക്കുക. എന്നിട്ട് ശേഷം അത് അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ശേഷം ഇത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം
നമ്മളിവിടെ ടൈറ്റിൽ ചെയ്തു, അതുപോലെ തന്നെ ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമേജ് സൈസ് നമ്മൾ 45 കൊടുക്കുകയാണ്. ടെക്സ്റ്റ് സൈസ് 45 കൊടുത്തു. നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കോഴിക്കോട് എന്നുള്ളത് റെഗുലറും അതുപോലെ തന്നെ ബീച്ച് എന്നുള്ളത് ബോൾഡുമാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് നോക്കുക. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം, ലൊക്കേഷൻ്റെ ഐക്കൺ. അതാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗൂഗിൾ ഫോൺസിൽ പോയിട്ട് നമ്മൾ ഐക്കൺസ് സെലക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ്റെ ഐക്കൺ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്രം ഗാലറി ചെയ്ത് ഓക്കെ, നമ്മളിപ്പം ഐക്കൺ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ സൂം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഐക്കൺ ചെറുതായിട്ട്, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നേരെ ഐക്കണിനെ നീക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐക്കണും ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിനെ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇതും പ്ലേസും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയും. ഇനി നമുക്കിവിടെ പ്രധാനമായിട്ടുള്ള പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതിനായിട്ട് ടെക്സ്റ്റ് വിൻഡോ സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിലോട്ട് പ്രധാനമായിട്ടുള്ള പ്രോഗ്രാമുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ സൈസ് 45 കൊടുക്കുകയാണ്. സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്യുന്നു. ഇതിൻ്റെ ഫോണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ പോപ്പിൻസിൻ്റെ റെഗുലർ ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ടെക്സ്റ്റുകൾ തമ്മിൽ -10 കൊടുക്കുകയാണ്. അതിൻ്റെ സൈസ് നമ്മൾ 40 തന്നെയാണ് കൊടുക്കുന്നത്. സെൻട്രലായിട്ട് അലൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾക്ക് ഇനി ഈ തമ്മിൽ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഇതിങ്ങനെ കുറേ ടൈപ്പ് ചെയ്യുന്നുണ്ട് ഒരു ലൈനായിട്ട്. നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മളിതിനെ സൈസ് കുറക്കുക. നമ്മൾ സൈസ് കുറച്ചിട്ട് ശേഷം സെൻട്രലായിട്ട് തന്നെ വീണ്ടും അലൈൻ ചെയ്ത് വെക്കുക. പൊസിഷൻ ഓക്കെ. നമ്മളിതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇത്ര ബോൾഡ് വേണ്ട, നമുക്ക് അതിനായിട്ട് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ഈ ഫോണ്ടിൽ തിന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പോപ്പിൻസ് ലൈറ്റ് കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ ഈ ഫോണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ലൈനായിട്ട് ലഭിക്കുന്ന രീതിയിൽ വേണം ലഭിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ സൈസ് നമ്മൾ ഒന്നുകൂടി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 15 കൊടുക്കാം. സെൻട്രലായിട്ട് തന്നെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ നമ്മുടെ ടൈറ്റിൻ്റെ അതേ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കളറ് ടൈറ്റിൻ്റെ അതേ കളർ തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ലൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രോഗ്രാമിൽ പ്രസംഗിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളും ടോപ്പിക്സും ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആളുടെ പേരും ടോപ്പിക്സും ടൈപ്പ് ചെയ്യുക. അത് നമുക്ക് ആളുടെ പേര് മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്യുന്നു. ഇതിൻ്റെ സൈസ് നമ്മൾ 35 കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ലൈൻ സ്പേസിങ് നമ്മൾ 60 കൊടുക്കുന്നു. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമ്മൾ പോപ്പിൻസ് മീഡിയ ആണ് കൊടുക്കുന്നത്.
സൈസ് നമ്മൾ 45 തന്നെയാണ് കൊടുക്കുന്നത്. സെൻട്രലായിട്ട് അലൈൻ ചെയ്തു. നമ്മൾ സൈസ് 38 കൊടുക്കുകയാണ്. സെൻട്രലായിട്ട് അലൈൻ ചെയ്തു. ഇനി ഇതിൻ്റെ കുറച്ച് സ്പേസ് കുറച്ച് കൊടുത്തു. അതുപോലെ തന്നെ ലൈൻ സ്പേസിങ് നമ്മൾ കുറച്ച് കൂട്ടുന്നുണ്ട്, കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആളുടെ പേരുടെ ലൈൻ സ്പേസിങ് നമ്മൾ കുറച്ച് കുറക്കുന്നുണ്ട്. ഓക്കെ, ഇതിനെ കുറച്ച് മേലോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഷേപ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗ്രിഡ് ഓൺ ആക്കുന്നുണ്ട്. റേഡിയസ് ഒരു 10 കൊടുക്കുന്നുണ്ട്. ഫില്ല് 0 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക് 1 കൊടുക്കുന്നുണ്ട്. കളറ് നമ്മൾ ഈ കളറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് കളർ വൈറ്റ് തന്നെ കൊടുക്കാം. വൈറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഷേപ്സ് തന്നെ സെലക്ട് ചെയ്യുക. റൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഗ്രിഡ് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ മൈക്രോഫോണിൻ്റെ ഐക്കണാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ ഗൂഗിൾ ഫോണ്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. നമ്മളിവിടെ ഈ റെക്റ്റാങ്കുലർ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് ഈ റെക്റ്റാങ്കുലർ ക്രോപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൻ്റെ കളറ് ഗ്രേഡിയൻ്റ് കളർ കൊടുക്കാം. നമ്മൾ ഈ റെക്റ്റാങ്കുലർ സെലക്ട് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് കളർ ഗ്രേഡിയൻ്റ് കൊടുക്കുക. അതിനുശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയുള്ളത് ഈ സ്റ്റൈൽ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഡാർക്ക് കളർ നമുക്ക് നമ്മുടെ പോസ്റ്ററിൻ്റെ കളർ തന്നെ കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗം വൈറ്റ് കളർ കൊടുക്കുക. നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതുപോലെ നമുക്ക് ഒരു ഗ്രേഡിയൻ്റ് ആയിട്ട് ഇങ്ങനെ ലഭിക്കും. ഓക്കെ, നമ്മുടെ പോസ്റ്റർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോക്ക് 100 ലൈക്ക് പൂർത്തിയായാൽ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ തിയറികൾ, ഇതിൻ്റെ നിയമങ്ങളും തത്വങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോകൾക്ക് ആവശ്യമായിട്ടുള്ള റീച്ചും വ്യൂസൊന്നും ലഭിക്കുന്നില്ല. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോക്ക് 100 ലൈക്ക് പൂർത്തിയായി നമ്മൾ തീർച്ചയായിട്ടും ഗ്രാഫിക് ഡിസൈനിൻ്റെ മറ്റു നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പോസ്റ്റർ ഡിസൈനിങ്ങിനെ പറ്റിയിട്ട് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.